ക്രംസ് ഓഫ് ഹെവൻ. എന്തുകൊണ്ടാണ് ഈ ചിക്കൻ ഈ പേര് വന്നതെന്ന് അറിഞ്ഞു കേട്ടോ. എന്തായാലും അപാര ടേസ്റ്റാണ് കഴിക്കാൻ. ഇതിൻ്റെ ഫാനായ ഒരാളും കൂടെയാണ് കേട്ടോ കഴിച്ചിട്ട്. അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാനും കൂടെ പറ്റുന്ന നല്ലൊരു ചിക്കൻ്റെ ഫ്രൈയും കൂടെയാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത്. ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. നമ്മൾ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി നമുക്കിതിലേക്ക് ചിക്കൻ ലോലിപോപ്പാണ് കേട്ടോ വേണ്ടത്. ഞാനിവിടെ ഒരു 16 പീസ് എടുത്തിട്ടുണ്ട്. നമുക്ക് എത്രത്തോളം ക്വാണ്ടിറ്റി വേണം അതിനനുസരിച്ചിട്ട് എടുക്കുക. അത് നന്നായിട്ട് വാഷ് ചെയ്തെടുത്ത് ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇത് ചില സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇതുപോലെ ചിക്കൻ കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ലുലുന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. അത് വെച്ചിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൽ കുറച്ച് മസാലയൊക്കെ ഒന്ന് തേച്ച് കുറച്ച് ടൈം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണേ. ഇനി അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നല്ലൊരു കളറും കിട്ടും, എന്നാൽ അധികം എരിവും ഉണ്ടാവില്ല. അതിൻ്റെ കൂടെ ഞാൻ 1 ടേബിൾ സ്പൂൺ കണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ അതിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ കണ്ട് തന്നെ സോയാ സോസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഡാർക്ക് സോയാ സോസാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ 1 ടേബിൾ സ്പൂൺ കണ്ട് തന്നെ ചെറുനാരങ്ങയുടെ നീരും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യമായിട്ടുള്ളൊരു ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഡാർക്ക് സോയാ സോസിൽ അത്യാവശ്യം ഉപ്പുണ്ടാവും, അത് നോക്കിയിട്ട് വേണം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതെല്ലാം കൂടെ കൈവച്ചിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കണേ, മസാലയ്ക്ക് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ. അപ്പോൾ ആ ചിക്കനിലൊക്കെ നന്നായിട്ട് മസാല കോട്ട് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 2 മണിക്കൂറെങ്കിലും മിനിമം വെക്കാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഓവർനൈറ്റ് വെച്ചാലും മതി. രാത്രിയിൽ ഉണ്ടാക്കി വെച്ച് നമുക്ക് എപ്പോഴാണോ ആവശ്യം ആ ടൈമിൽ ഫ്രൈ ആക്കി എടുക്കുകയൊക്കെ ചെയ്താൽ മതി കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഒരു 2 മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഇതൊരു 2 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒന്ന് ഫ്രീ ആക്കുന്നതിൻ്റെ മുമ്പ് ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കണ്ടിട്ട് തന്നെ മൈദയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂണാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് മൈദപ്പൊടി. അതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ കണ്ട് തന്നെ നമുക്ക് കോൺഫ്ലവറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ കോൺഫ്ലവർ ഇല്ലാന്നുണ്ടെങ്കിൽ അരിപ്പൊടി ആഡ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. അരിപ്പൊടിയോ അല്ലാന്നുണ്ടെങ്കിൽ കോൺഫ്ലവർ ഏതും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി കൈവച്ചിട്ട് അതെല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് ഡ്രൈ ആണെങ്കിലും നമ്മൾ വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുക്കരുത് കേട്ടോ. വല്ലാണ്ടങ്ങ് ഡ്രൈ ആണെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ അതിലുള്ള ആ വെള്ളം കൊണ്ട് തന്നെ അത് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുക്കരുത്. ഇപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടോ. ഇനി നമ്മൾ എങ്ങനെയാണ് ഇത് ഫ്രൈ ആക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിതാ പാന് ചൂടാക്കിയതിലേക്ക് ഓയിലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. സൺഫ്ലവർ ഓയിലോ അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ വെച്ചിട്ട് വേണം കേട്ടോ അത് ഫ്രൈ ആക്കി എടുക്കാൻ. ഇനി അതിലേക്ക് നമുക്ക് ഓരോ ചിക്കൻ പീസ് ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കട്ടെ. ഇട്ട് കൊടുക്കുന്ന ടൈമിൽ ഇതുപോലെ ഒന്നങ്ങ് ചുറ്റിച്ചിട്ട് ഇട്ട് കൊടുക്കുക. എന്താ വെച്ചാൽ ആ ഒരു ചിക്കൻ്റെ നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഷേപ്പിലൊക്കെ മാറ്റം വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇതുപോലെ ഒന്ന് തള്ളി നിർത്തിയിട്ട് വേണം ഫ്രൈ ആക്കി എടുക്കാൻ കേട്ടോ. ഓരോ ഇതുപോലെ അങ്ങ് എണ്ണയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 5 പീസാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. കൂടുതലായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കരുത്, അങ്ങനെ പരസ്പരം ഒട്ടിയിട്ടൊക്കെ നിൽക്കും. അതിൻ്റെ ആ ഒരു കോട്ടിങ്ങൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ കുറച്ച് അധികമായിട്ട് ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി, സെപ്പറേറ്റ് ആയിട്ട്. ഇനി ഏകദേശം ഒന്നങ്ങ് ചൂടായിട്ട് വരുമ്പോൾ ഇതുപോലെ ഒന്നങ്ങ് മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ 2 സൈഡും തിരിച്ചും മറിച്ചിട്ട് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കണേ. ഏകദേശം ഒരു 6-7 മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ ഇത് നന്നായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടും കേട്ടോ. ഇപ്പോൾ ആ ചിക്കനൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിന് ഇതുപോലെ അങ്ങ് കോരിയിട്ട് എടുക്കുക കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ക്രിസ്പി ആയിട്ട് വേണം കേട്ടോ ഫ്രൈ ആക്കിയിട്ട് എടുക്കാൻ. ഇനി അടുത്ത ബാച്ചും ഇതുപോലെ തന്നെ അങ്ങ് ഫ്രൈ ആക്കിയിട്ട് എടുത്താൽ മതിയേ. ഞാൻ സെപ്പറേറ്റ് കാണിക്കുന്നില്ല കേട്ടോ. ഇനി എല്ലാം ഫ്രീ ആക്കി എടുത്തതിന് ശേഷം ഞാൻ ആ ഫ്രീ ആക്കി എടുത്തുന്ന ഓയിലിൽ നിന്ന് കുറച്ച് ഓയിൽ ഇതിലേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഏകദേശം 2 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് കണ്ട് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ കണ്ട് വെളുത്തുള്ളിയും 1 ടീസ്പൂൺ കണ്ട് ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. ഇപ്പോൾ അതായത് ഏകദേശം ഇതുപോലെ ഒന്നങ്ങ് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സോസുകൾ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ കണ്ടിട്ട് ടൊമാറ്റോ സോസാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ കണ്ടിട്ട് ഹോട്ട് ആൻഡ് സ്വീറ്റ് സോസാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ 1 ടീസ്പൂണ് സോയാ സോസും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊരു എരിവും മധുരം പുളിയും എല്ലാം കൂടിയിട്ടുള്ള ഒരു ടൈപ്പ് ചിക്കൻ കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. ഇനി ഇതെല്ലാം ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അതൊന്നങ്ങ് മിക്സ് ചെയ്തെടുത്താൽ ഈ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് ഒരു 2 അല്ലെങ്കിൽ 3 പച്ചമുളക് കേട്ടോ. അത് എരിവിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അത് നമുക്ക് വല്ലാണ്ടങ്ങ് വഴറ്റിയെടുക്കേണ്ട, അതുകൊണ്ടാണ് ലാസ്റ്റിൽ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അതിൻ്റെ കളർ വല്ലാണ്ടങ്ങ് പോകാൻ പാടില്ല കേട്ടോ, അതിങ്ങനെ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്നങ്ങ് വഴറ്റിയിട്ട് കൊടുക്കാം.
അതൊന്നങ്ങ് വഴറ്റിയിട്ട് എടുത്താൽ ഇതുപോലെ ഒന്നായി വന്നാൽ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കോൺഫ്ലവർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഏകദേശം ഞാൻ ഒരു ടേബിൾ സ്പൂൺ കണ്ട് കോൺഫ്ലവർ ഒരു 1/4 കപ്പ് വെള്ളത്തിലൊന്ന് കലക്കിയിട്ട് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇനി അതിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കാം. ഫ്ലെയിം സിമ്മിലാക്കിയിട്ടാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഇനി ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അത് പെട്ടെന്ന് തന്നെ അങ്ങ് ടൈറ്റായിട്ട് വരും കേട്ടോ. വല്ലാണ്ടങ്ങ് തിക്കായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 കപ്പ് വെള്ളം കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടെ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഈ ഒരു തിക്നെസ്സിലാണ് ആക്കിയെടുത്തിട്ടുള്ളത്. വല്ലാണ്ട് ലൂസും അല്ല, എന്നാലും വല്ലാണ്ട് ടൈറ്റും അല്ല കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു ലോലിപോപ്പിൽ അതിങ്ങനെ കോട്ട് ചെയ്ത് പിടിക്കണം. ആ ഒരു രൂപത്തിലാണ് കേട്ടോ ആക്കിയെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ആക്കി എടുത്തിട്ടുള്ള ലോലിപോപ്പ് അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ആ ഒരു കോട്ടിങ്ങൊക്കെ ചിക്കനിൽ എല്ലാ ഭാഗത്തേക്കും എത്തട്ടെ, ആ രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കണേ. അപ്പോൾ അത് നന്നായിട്ട് ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കാണാനും നല്ല ഭംഗിയാണ്, അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ. ഇനി ഫ്ലെയിമൊക്കെ അങ്ങ് ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ലാസ്റ്റിൽ കുറച്ച് സ്പ്രിംഗ് ഓനിയൻ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്, അതും കൂടി അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒന്നും കൂടെ ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഡ്രംസ് ഓഫ് ഹെവൻ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. വളരെ സിമ്പിളാണ്, എന്നാലും അപാര ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.